ഹായ്, നമുക്കിന്ന് ഇറാനി പോള തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. ഗസ്റ്റൊക്കെ ഉള്ളപ്പോൾ ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ വാങ്ങിക്കുമ്പോൾ എല്ലില്ലാത്ത പീസസ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താൽ മതി. 150 ഗ്രാം ആയിരുന്നാലും മതി. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം ഇപ്പം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അരമണിക്കൂർ നമുക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതി, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ പീസ് ഇട്ട് വറുത്തെടുക്കാം. തീ മീഡിയത്തിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ നല്ലപോലെ വെന്ത് വരണം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു സൈഡ് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് സവാള വഴറ്റിയെടുക്കാം. ഞാനിവിടെ 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 3 എണ്ണം വരെ എടുക്കാം. സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഉപ്പ് ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്, കൂടി പോകരുത്. ഇപ്പോൾ സവാള ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 കളർ ക്യാപ്സിക്കം ഉണ്ട്, അതുകൊണ്ട് ഞാൻ 3 കളറും ചേർക്കുകയാണ്. ഓരോന്നും 1 ടേബിൾ സ്പൂൺ വെച്ച് 3 ടേബിൾ സ്പൂൺ ചേർത്തു. ഇപ്പം നിങ്ങളുടെ കയ്യിൽ 1 കളർ ക്യാപ്സിക്കം ഉള്ളെങ്കിൽ അത് മതി, 3 ടേബിൾ സ്പൂൺ അത് അരിഞ്ഞ് ചേർത്താൽ മതി. ക്യാപ്സിക്കത്തിന് അധികം വേവൊന്നുമില്ല, അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്തത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ സാധാ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ എരിവിനനുസരിച്ചിട്ട് അതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ഇത് 1 മിനിറ്റ് ഒന്ന് ചെറു തീയിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഒന്ന് കൈകൊണ്ട് പിച്ചി എടുത്താൽ മതി. 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 മുട്ട, 1 കപ്പ് പാല്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം മിക്സിയിലോട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി. ഒന്നുകിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ പിസ്സയിലൊക്കെ ചേർക്കുന്ന മിക്സഡ് ഹെർബ്സോ ഓർഗാനോ ഒക്കെ ചേർത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇതിന് വെള്ളമൊന്നും ചേർക്കരുത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബാറ്റർ റെഡിയായി. നമുക്ക് ഇനി പോള ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും പാൻ വെച്ചാൽ മതി. ഇനി അതിൻ്റെ മുകളിൽ വേണം നമ്മൾ പോള ഉണ്ടാക്കിയെടുക്കാനുള്ള പാത്രം വയ്ക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റായിട്ട് തീയിൽ വെച്ചാൽ പോളയുടെ അടിഭാഗം കരിഞ്ഞു പോകും. ഇനി ഇതിലോട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കണം. എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. തീ മീഡിയത്തിലോട്ട് ഇടുക. താഴ്ഭാഗം നിറയുന്ന രീതിയിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം.
ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. മസാല വയ്ക്കുമ്പോൾ നടുക്ക് ഭാഗത്ത് മാത്രം വയ്ക്കുക. അറ്റത്തുനിന്ന് കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം മസാല വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ബാക്കിയിരിക്കുന്ന മസാല കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന മസാല കുറഞ്ഞു പോകരുത്. മസാല കൂടുന്തോറും പോളയുടെ ടേസ്റ്റും കൂടും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ചെറുതീയിൽ വേവിച്ചെടുക്കാം. 25 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കുക വെന്തോന്ന്. പപ്പടം കുത്തി വെച്ചിട്ട് കുത്തി നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറിച്ചിട്ടിട്ട് മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതൊരു 2 മിനിറ്റ് ചെറുതീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പോള തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയാണിത്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.